ഗുരുഗ്രാം ഭൂമി ഇടപാട് കേസിൽ റോബർട്ട് വദ്ര ഇന്നും ചോദ്യം ചെയ്യലിനായി ഹാജരായി. തുടർച്ചയായ മൂന്നാമത്തെ ദിവസമാണ് ഈഡി ചോദ്യം ചെയ്യുന്നത്. 5 മണിക്കൂറിലധികമാണ് ഇന്നലെ ചോദ്യം ചെയ്തത്. വാദ്രയ്ക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയും ഇഡി ഓഫീസിലെത്തി. ശരത് ലാൽ നമുക്കൊപ്പം ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ശരത് ലാൽ, മൂന്നാമത്തെ ദിവസം ചോദ്യം ചെയ്യലിലേക്ക് പോവുകയാണ് ഇഡി. ഇന്നും ഈ അനുയായികൾ വാദ്രയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധി അവിടെ തന്നെ ഇരിക്കുകയാണോ? ഒപ്പം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ ഇതിനൊടുവിൽ? ബിനിൽ, അത് തന്നെയാണ് ഉയരുന്ന ചോദ്യം. കഴിഞ്ഞ 3 ദിവസമായി, ഇത് 3-ാം ദിനമാണ് റോബർട്ട് വധേര ഇഡിക്ക് മുമ്പിൽ എത്തുന്നത്. ആദ്യ ദിവസം 7 മണിക്കൂർ, രണ്ടാമത്തെ ദിവസം 5.5 മണിക്കൂർ, 3-ാമത്തെ ദിവസം 11 മണിക്ക് എത്തിയിരിക്കുന്നു. ഏതായാലും ശരത് ലാലിന്റെ ടെലിഫോൺ ലൈനിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഗുരുഗ്രാം ഭൂമി ഇടപാട് കേസിൽ റോബർട്ട് വാദ്ര ചോദ്യം ചെയ്യലിനായി ഇന്നും ഹാജരായിരിക്കുകയാണ്. തുടർച്ചയായി 3-ാമത്തെ ദിവസമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യൽ. ഇന്നലെ 5 മണിക്കൂറും കഴിഞ്ഞ ദിവസം 7 മണിക്കൂറുമാണ് ചോദ്യം ചെയ്തത്. ശരത്ത്, ആ ഫോണിന് ഒരു തകരാറുണ്ടായിരുന്നു, പരിഹരിച്ചു. തുടരാം. ബിനിൽ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ 3 ദിവസമായി, 2 ദിവസം ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് 3-ാം ദിവസം ചോദ്യം ചെയ്യുന്നു. 2008 മുതലുള്ള കേസാണ്. സ്വാഭാവികമായിട്ട് എന്താണ് ഇത് ഇഡി ഈ ചോദ്യം ചെയ്യൽ പരമ്പര കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമായിട്ടില്ല. ഏതായാലും ഇപ്പോൾ പോലീസിന്റെ സംവിധാനങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. അതായത് സുരക്ഷ കൂട്ടിയിരിക്കുന്നു. ഇന്ന് കൂടുതൽ പോലീസുകാരെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു വെച്ചിരിക്കുന്നു. മാധ്യമങ്ങളെയും അതേപോലെ തന്നെ കേസിലെ അഭിഭാഷകരെയും ഇഡി വിളിപ്പിച്ചവർക്കും മാത്രമേ ഈ റോഡിലേക്ക് സുജൻ പാർക്കിന് തൊട്ട് മുമ്പുള്ള ഇഡി ഹെഡ് ഓഫീസിലേക്കുള്ള റോഡിലേക്ക് പ്രവേശനം അനുവദിക്കുന്നുള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അനുമാനിക്കുന്ന ഇഡി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നു എന്നാണ്. ഒരുപക്ഷെ അറസ്റ്റിലേക്ക് നീങ്ങിയേക്കാം എന്നൊരു സൂചനയായി ഈ പോലീസ് വിന്യാസത്തെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം ഇഡിയെ സംബന്ധിച്ചോളം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉച്ച ബ്രേക്ക്, അത് ഭക്ഷണം കഴിക്കാൻ പോലും അനുവദിച്ചിരുന്നു റോബർട്ട് വധേര ഉച്ചയ്ക്ക് ശേഷം എത്തുകയും അതിനുശേഷം പിന്നെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഇന്നലെ നടന്നത്. ഇന്നും അതേ തന്നെ ആവർത്തിക്കുമോ എന്നതാണ് ഇപ്പോൾ നോക്കുന്നത്. എന്നാൽ ഇതിന് വിപരീതമായിട്ടുള്ള ഒരു സംഭവം എന്നാൽ കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു ഇഡി ഓഫീസിന് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ റോബർട്ട് വധേരയെ യാത്രയാക്കിയിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി കാറിലിരിക്കുകയാണ്. അവർ തിരിച്ചു പോകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ ഉച്ചയ്ക്ക് പക്ഷേ പ്രിയങ്ക ഗാന്ധി വന്നിരുന്നില്ല. പ്രിയങ്കക്കൊപ്പം ഉച്ചയ്ക്ക് ശേഷമുള്ള ചോദ്യം ചെയ്യൽ. എന്നാൽ ഇന്ന് രാവിലെയുള്ള ചോദ്യം ചെയ്യലിന് പ്രിയങ്ക ഗാന്ധി എത്തുകയുണ്ടായി. ഏതായാലും വളരെ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം ഇഡി പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഇഡി ഉറപ്പായും ആ വിധത്തിലുള്ള മുൻകരുതൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ അവിടെ സംഘടിച്ചെത്തുമോ എന്നുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നിൽ കണ്ട് അവിടെ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. അറസ്റ്റിലേക്ക് കടക്കുമോ ഗുരുഗ്രാം ഭൂമി ഇടപാട് കേസിൽ റോബർട്ട് വധേരയുടേത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഗാന്ധി കുടുംബത്തിലെ മരുമകൻ വ്യവസായി 3-ാം ദിവസവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ. ശരത് ലാൽ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.